ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനേ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. മമ്മൂട്ടി നായകനായ കളങ്കാവൽ എന്ന ചിത്രം കണ്ടതിന് ശേഷം എനിക്ക് അതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സ്പോയിലറായി പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സോണി ലീവിലൂടെ OTT റിലീസ് ചെയ്തിട്ടുള്ള ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം തുടർന്നുള്ള വീഡിയോ കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ഒന്നാമത്തേത് ചിത്രത്തിൻ്റെ കളങ്കാവൽ എന്ന പേര് തന്നെ. കളം കാക്കുക, ഗാർഡിയൻ ഓഫ് ദി ഗ്രൗണ്ട് എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. അതായത് കാളിയൂട്ട് പോലെയുള്ള ചടങ്ങുകളിൽ വരയ്ക്കുന്ന ആ ഒരു കളവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത്. ദാരികൻ എന്ന് പറഞ്ഞ ഒരു അസുരന് ഒരു വരം കിട്ടിയെന്നും അതിലൂടെ മനുഷ്യനും ദേവനും മൃഗങ്ങൾക്കും ഒന്നും തന്നെ കൊല്ലാൻ കഴിയില്ല എന്നും അങ്ങനെയുള്ള ദാരികനെ കൊല്ലാനായി ദേവി വന്നുകൊണ്ട് അവനെ കൊന്നുവെന്നുമാണ് പറയുന്നത്. സോ ഇതുകൊണ്ടാണ് സിനിമയുടെ ഏറ്റവും ഒടുവിൽ സ്റ്റാൻലി ദാസ് എന്ന ആ ഒരു ക്യാരക്ടറിനെ വിനായകന്റെ നത്ത് എന്ന ക്യാരക്ടർ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വന്നിരിക്കുന്ന ആ ഒരു സ്ത്രീയെ കാണിക്കുമ്പോൾ പെട്ടെന്ന് ബാക്ക്ഗ്രൗണ്ടിലായി ഒരു ഉത്സവത്തിന്റെ ഇത്തരം ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ടതുപോലെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾപ്പിക്കുന്നത്. അതായത് ഇവിടെ കാണിച്ചിട്ടുള്ള സ്റ്റാൻലി എന്ന ആ ഒരു ദാരികനെ കൊല്ലാനായി തോൽപ്പിക്കാനായി കാളിദേവി വന്നതുപോലെ ഇവിടെ ഒരു സ്ത്രീ തന്നെ മുന്നിട്ട് വരേണ്ടി വന്നു എന്ന രീതിയിലാണ് കാണിക്കുന്നത്. കൂടാതെ ഈ ഒരു ക്യാരക്ടർ അങ്ങോട്ടേക്ക് സ്റ്റാൻലിയുടെ അടുത്തേക്ക് വരുന്ന സമയത്തും താൻ നേരത്തെ ഇറങ്ങിയതാണ്, ബസ്സും കിട്ടിയതാണ്, എന്നാൽ ഒരു അമ്പലത്തിൽ ഉത്സവം നടന്നതുകൊണ്ടാണ് താൻ അങ്ങോട്ടേക്ക് വരാൻ താമസിച്ചതെന്ന് പറയുന്നുണ്ട്. വീട്ടിൽ നിന്ന് കറക്റ്റായിട്ട് ഇറങ്ങിയത്, ബസ്സും കറക്റ്റായിട്ട് കിട്ടിയത്. വെള്ളനാട് ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു, ബസ് കുറെ നേരം അവിടെ പിടിച്ചിട്ട്. ഇതും ആ ഒരു കാളിയൂട്ട് എന്ന ചടങ്ങുമായി ബന്ധപ്പെടുത്തി സിനിമയുടെ കളങ്കാവൽ എന്ന പേരുമായി കണക്ട് ചെയ്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. 2. സിനിമയുടെ പേരാണെങ്കിലും സിനിമയിലെ 8 അധ്യായങ്ങളുടെ പേരാണെങ്കിലും എല്ലാം എഴുതി കാണിക്കുന്നത് ചുവപ്പ് നിറത്തിലാണ്. ഇത് സ്റ്റാൻലി ദാസിന്റെ വയലൻസിനെയും കൊലപാതകങ്ങളെല്ലാം സൂചിപ്പിക്കുന്ന രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുകൂടാതെ സ്റ്റാൻലി ദാസ് വരയ്ക്കുന്ന ചിത്രങ്ങൾ നോക്കിയാലും അതിൽ മിക്ക ചിത്രങ്ങളും ചുവപ്പ് നിറത്തിൽ തന്നെയാണ് വരച്ചിരിക്കുന്നത്. എന്നാൽ ഇതുകൂടാതെയും സ്റ്റാൻലി ദാസിന്റെ മൊബൈൽ ഫോണും അയാൾ ഉപയോഗിക്കുന്ന കാറും വരെ ഇത്തരത്തിൽ ചുവപ്പ് നിറം തന്നെയാണെന്ന് കാണാം. ഇതൊന്നും കൂടാതെ സ്റ്റാൻലി ദാസിന്റെ കൈയാൽ മരണപ്പെടുന്ന സ്ത്രീകളിൽ മിക്കവരെ കാണിക്കുമ്പോഴും അവർ ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഇവർ സ്റ്റാൻലിയുമായി സെക്സിൽ ഏർപ്പെടുന്ന ദിവസം കാണിക്കുമ്പോൾ അതിൽ സ്റ്റാൻലിയോ ഇവരോ ഒരാളെങ്കിലും ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ തന്നെ ധരിച്ചിട്ടുണ്ടെന്ന് എടുത്തു തന്നെ കാണിക്കുന്നുണ്ട്. കൂടാതെ ഇങ്ങനെ മരണപ്പെടുന്ന സ്ത്രീകളെ കാണിക്കുന്ന മിക്ക സീനുകളിലും അവിടെ ഒരു ചുവന്ന പൂവിന്റെ സാന്നിധ്യം കൊണ്ടുവരാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ഒരു പെയിന്റിംഗ് ആയിട്ടോ അവർ ധരിക്കുന്ന വസ്ത്രത്തിലായിട്ടോ അവർ നിൽക്കുന്നതിന്റെ ചുറ്റുപാടിലോ എവിടെയെങ്കിലും ഒരു ചുവന്ന പൂവിന്റെ സാന്നിധ്യം കൊണ്ടുവരാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ മിസ്സാകുന്ന, സ്റ്റാൻലി ദാസിന് കൊല്ലാൻ കഴിയാതെ പോകുന്ന അല്ലെങ്കിൽ കയ്യിൽ നിന്ന് വഴുതി പോകുന്ന ചില പെൺകുട്ടികളെ കാണിച്ചിട്ടുണ്ട്. ഇവരെ കാണിക്കുന്ന സമയത്ത് ഇങ്ങനെ ചുവന്ന പൂവിന്റെ സാന്നിധ്യം ഒഴിവാക്കാൻ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. അതിൽ തന്നെ എടുത്തു പറയാനുള്ളത് രജിഷ വിജയന്റെ ക്യാരക്ടറാണ്. ഈ ക്യാരക്ടറിനെ കാണിക്കുന്ന സമയത്ത് അവിടെ ചുവപ്പ് വസ്ത്രമല്ല, മറിച്ച് മജന്തയോ പിങ്കോ അങ്ങനെ എന്തോ നിറമാണ് ധരിച്ചിരിക്കുന്നത്. കൂടാതെ അവിടെ ഈ ഒരു ചുവന്ന പൂവിന്റെ സാന്നിധ്യം ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ ക്യാരക്ടറിനെ ആദ്യം മരണപ്പെടുന്നതായിട്ടാണ് കാണിക്കുന്നതെങ്കിലും പിന്നീട് രക്ഷപ്പെടുന്നതായി കാണിച്ചതിലൂടെ ഈ ക്യാരക്ടറിന് മാത്രം അവിടെ ഒരു പ്രത്യേകതയുണ്ട്, ഒരു മാറ്റമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിനായിരിക്കാം ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങളും ചുവന്ന പൂവിന്റെ സാന്നിധ്യവും ഈ ക്യാരക്ടറിനെ കാണിച്ചിട്ടുള്ള ഈ സീനിൽ നിന്നും ഒഴിവാക്കിയത്. അടുത്തത്, സ്റ്റാൻലി ദാസ് വരയ്ക്കുന്ന ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ ചിലതെല്ലാം ചുവപ്പ് നിറത്തിലും ചിലത് പച്ചയോ നീലയോ കലർന്നൊരു നിറത്തിലും ഒരെണ്ണം കറുപ്പ് നിറത്തിലുമാണ് വരച്ചിരിക്കുന്നത്. എന്താണ് ഇങ്ങനെ വ്യത്യസ്തമായ നിറങ്ങളെന്ന് നോക്കുകയാണെങ്കിൽ സ്റ്റാൻലി ദാസ് തന്റെ ആ ഒരു സൈക്കോ ക്യാരക്ടർ വെച്ചുകൊണ്ട് താൻ ആസ്വദിച്ചു കൊന്നിട്ടുള്ള ആൾക്കാരുടെയും ജീവികളുടെയും എല്ലാം ചിത്രങ്ങളാണ് ഇങ്ങനെ ചുവപ്പ് നിറത്തിൽ വരച്ചിരിക്കുന്നതെന്ന് കാണാം. എന്നാൽ ഇതല്ലാതെ മറ്റു മാർഗമില്ലാതെ കൊല്ലേണ്ടി വന്ന മണി എന്ന ക്യാരക്ടറിന്റെ ചിത്രം മാത്രമാണ് കറുപ്പ് നിറത്തിൽ വരച്ചിരിക്കുന്നത്. ഇതുകൂടാതെ തനിക്ക് ഇനിയും കൊല്ലാൻ സാധ്യതയുള്ള, കൊല്ലാനായി ഇട്ടിരിക്കുന്ന 2 പേരുടെ ചിത്രങ്ങളാണ് പച്ചയോ നീലയോ നിറത്തിൽ വരച്ചിട്ടിരിക്കുന്നതായി കാണിച്ചത്. അതായത് ടെക്സ്റ്റൈൽസിൽ വെച്ച് കണ്ടിട്ടുള്ള അന്ന് മിസ്സായിട്ടുള്ള ആ സ്ത്രീയെ ഒരുപക്ഷെ ഇനിയും വശീകരിക്കാമെന്നും അങ്ങനെ അവളെ കൊല്ലാമെന്നും സാധ്യത ഉള്ളതുകൊണ്ട് പച്ച നിറത്തിൽ വരച്ചിട്ടിരിക്കുന്നതായും തന്നെ വിനായകൻ പിടിക്കാൻ പോകുന്ന സമയത്ത് സീനിയർ ഓഫീസറെ വിളിച്ചുകൊണ്ട് കൾപ്രിറ്റിന്റെ അടുത്തേക്ക് താൻ പോവുകയാണ്, വേണ്ടി വന്നാൽ താൻ അവനെ ഷൂട്ട് ചെയ്യും എന്നെല്ലാം മമ്മൂട്ടിയുടെ ക്യാരക്ടർ പറയുന്നുണ്ട്. അതായത് വിനായകന്റെ ക്യാരക്ടർ തന്നെ കണ്ടെത്തുകയാണെങ്കിൽ, പിടിക്കാൻ പോവുകയാണെങ്കിൽ അവനെ താൻ കൊല്ലുമെന്ന് മമ്മൂട്ടിയുടെ ക്യാരക്ടർ നേരത്തെ തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ട് ആ ഒരു ക്യാരക്ടറിന്റെ ചിത്രവും താൻ കൊല്ലാൻ സാധ്യത ഉള്ളതുപോലെ പച്ച നിറത്തിലാണ് വരച്ചിട്ടിരിക്കുന്നത്. ഇങ്ങനെ താൻ ആസ്വദിച്ചു കൊന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചുവപ്പ് നിറത്തിലും
മറ്റ് മാർഗമില്ലാതെ കൊന്നിട്ടുള്ള ആളുടെ ചിത്രം കറുപ്പ് നിറത്തിലും താൻ ഇനിയും കൊല്ലാൻ സാധ്യതയുള്ള ആളുകളുടെ ചിത്രങ്ങൾ പച്ച നിറത്തിലുമാണ് വരച്ചിട്ടിരിക്കുന്നതായി കാണിക്കുന്നത്. ഇതേപോലെ നത്ത് അവസാനം സ്റ്റാൻലിയുടെ ചിത്രം ചുവപ്പ് നിറത്തിൽ വരച്ചിട്ടിരിക്കുന്നതായി കാണിച്ചതിലൂടെ നത്ത് സ്റ്റാൻലിയെ പിടിക്കാനായിട്ടല്ല അങ്ങോട്ടേക്ക് വന്നത്, പകരം കൊല്ലാനായിട്ട് തന്നെയാണെന്ന് ആ ചിത്രത്തിന്റെ നിറത്തിലൂടെ തന്നെ വ്യക്തമാക്കിയിരുന്നു. മറ്റൊന്ന്, മമ്മൂട്ടിയുടെ കാറിന്റെ നമ്പർ 1313 എന്നാണ്. ഈ 13 എന്ന അക്കം ഒരു ബാഡ് നമ്പർ, അൺലക്കി നമ്പർ ആയിട്ടാണ് പൊതുവെ കാണുന്നത്. സോ ഈ സ്റ്റാൻലി എന്ന ക്യാരക്ടർ ഇത്തരത്തിൽ ഒരു മോശം ക്യാരക്ടർ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ 13 ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നമ്പർ തന്നെ അയാളുടെ കാറിനായി കൊടുത്തത്. കൂടാതെ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന O എന്ന ലെറ്റർ ഇതിൽ സ്റ്റാൻലി ദാസ് ഉപയോഗിക്കുന്ന ആ വട്ടത്തിലുള്ള പുകച്ചുരുളിനെ സൂചിപ്പിക്കാനും ഉൾപ്പെടുത്തിയതാകാം. സ്റ്റാൻലി ദാസ് ഇങ്ങനെ ചിത്രങ്ങളെല്ലാം വരയ്ക്കുന്ന ആ വീട് കാണിക്കുന്ന സമയത്ത് അവിടെ ചുവരിലായി ഒരുപാട് ഫോട്ടോകൾ കൊടുത്തിരിക്കുന്നതായി കാണാം. ആ ഫോട്ടോകളിൽ സ്റ്റാൻലി ദാസ് എന്ന ക്യാരക്ടർ ഇങ്ങനെ കൊല ചെയ്യാനുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തിയ രീതിയിലുള്ള കുറെ ഫോട്ടോകൾ കാണിച്ചിട്ടുണ്ട്. സ്റ്റാൻലി ദാസിന്റെ ഗുരുവിനെ പോലെ തോന്നിക്കുന്ന അല്ലെങ്കിൽ ആശാൻ എന്ന രീതിയിൽ തോന്നിക്കുന്ന ഒരാളുമായി ചേർന്നുകൊണ്ട് കുറെ മൃഗങ്ങളെയെല്ലാം കൊന്നിരിക്കുന്നതായി കാണാം. സോ ഇങ്ങനെ ആ മൃഗങ്ങളെയെല്ലാം കൊന്നതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഉന്മാദത്തിലായിരിക്കാം, ആ ഒരു കിക്കിലായിരിക്കാം പിന്നീട് ഇങ്ങോട്ട് പല മൃഗങ്ങളെയും സ്ത്രീകളെയും എല്ലാം കൊല്ലാനായി സ്റ്റാൻലി ദാസിന് തോന്നിയിട്ടുള്ളത്. കൂടാതെ ആ ചിത്രങ്ങളുടെ ഇടയിൽ തന്നെ ഈ ഗുരു തന്റെ കഴുത്തിൽ മുറുക്കിക്കൊണ്ട് അത്തരത്തിൽ ആളുകളെ കൊല്ലുന്ന രീതിയിൽ അല്ലെങ്കിൽ അത്തരം വിദ്യകൾ സ്റ്റാൻലി ദാസിനെ പഠിപ്പിക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. പിന്നീട് മണി എന്ന ക്യാരക്ടറിനെ കൊല്ലുന്ന സമയത്ത് ഈ ഒരു വിദ്യ തന്നെയാണ്, തന്റെ ഗുരുവിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഈ ഒരു വിദ്യ തന്നെയാണ്, ഈ ഒരു രീതി തന്നെയാണ് സ്റ്റാൻലി ദാസ് മണിയെ കൊല്ലാനായി ഉപയോഗിച്ചിരിക്കുന്നതെന്നും കാണാം. ഇന്റർവെൽ സീനിലാണ് ഈ സ്റ്റാൻലി ദാസ് എന്ന ക്യാരക്ടർ ഒരു പോലീസുകാരനാണെന്ന് കാണിക്കുന്നത്. എന്നാൽ ഇതിനു മുന്നേ തന്നെ ഇയാൾ ആ വീട്ടിലിരുന്ന് പല പെൺകുട്ടികളുടെയും ചിത്രങ്ങൾ വരയ്ക്കുന്ന സീനിൽ അവിടെ തൊട്ടടുത്തായി ലോ ഓഫ് മോട്ടോർ വെഹിക്കിൾസ് ഇൻ കേരള എന്നെഴുതിയൊരു പുസ്തകം ഇരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. അത് ഇയാൾ പോലീസുകാരനാണെന്ന കാര്യം വ്യക്തമാക്കുന്നതിന് മുന്നേ തന്നെ അതിന്റെ സൂചന നമുക്ക് തരുന്നതിന് വേണ്ടി സംവിധായകൻ ഉപയോഗിച്ചിരുന്നൊരു കാര്യമാകും. വിനായകനെ ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്ന മിക്ക സീനുകളിലും അദ്ദേഹത്തിന്റെ കണ്ണിനെന്തോ കുഴപ്പമുള്ളതുപോലെ പകുതി അടഞ്ഞിരിക്കുന്നതായിട്ടോ മിക്ക സീനുകളിലും കണ്ണുകൾ വെട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ടോ എല്ലാം കാണിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത് അദ്ദേഹത്തിന് ഒരു ഹെൽത്ത് ഇഷ്യൂ മറ്റോ ഉള്ളത് കൊണ്ടായിരിക്കാം. എന്നിരുന്നാലും ആ ക്യാരക്ടറിന് ഈ സിനിമയിൽ നത്ത് എന്ന് പേര് കൊടുത്തിരിക്കുന്നത് വെച്ച് നോക്കിയപ്പോൾ ഈ നത്ത് എന്ന് പറയുന്നത് മൂങ്ങയാണ്. മൂങ്ങയ്ക്ക് പകൽ സമയങ്ങളിൽ കണ്ണധികം കാണില്ല അല്ലെങ്കിൽ കാഴ്ച കുറവാണ്. സോ ഇതിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ ഈ വിനായകന്റെ നത്ത് എന്ന ക്യാരക്ടറിനെ മിക്ക സീനുകളിലും പകൽ സമയത്ത് കാണിച്ചിരുന്നപ്പോൾ കണ്ണ് പകുതി അടഞ്ഞിരിക്കുന്നതായിട്ടോ കണ്ണ് വെട്ടുന്നതായിട്ടോ എല്ലാം കാണിച്ചു പോയത്. അതേസമയം രാത്രിയുള്ള സീനുകളിൽ അദ്ദേഹം കണ്ണ് നല്ലപോലെ തുറന്നു വെച്ചിരിക്കുന്നതായി വ്യക്തമായി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. മണി എന്ന ക്യാരക്ടറിന്റെ തലയിൽ ഈ കൊലപാതകങ്ങളെല്ലാം കെട്ടിവെച്ചതിന് ശേഷം വരുന്ന ഒരു സീനിൽ സ്റ്റാൻലി ദാസ് ഒരു കുഴിയെടുത്ത് എന്തോ ഒരു പൊതിയിലെ സാധനം ആ കുഴിയിലേക്കിട്ട് മൂടുന്നതായി കാണിക്കുന്നുണ്ട്. അത് എന്താണെന്ന് വ്യക്തമായി കാണിക്കുന്നില്ലെങ്കിലും എനിക്ക് തോന്നിയത് താൻ അതുവരെ ഉപയോഗിച്ചിട്ടുള്ള സയനൈഡുമായി ബന്ധപ്പെട്ട് വരുന്ന സയനൈഡും അതിനുപയോഗിച്ചിട്ടുള്ള സിറിഞ്ചുകളും അത്തരം കാര്യങ്ങളെല്ലാമാണെന്നാണ്. കാരണം ഈ ഒരു സീനിന് ശേഷം പിന്നീട് അങ്ങോട്ട് സയനൈഡ് വെച്ച് സ്റ്റാൻലി ദാസ് സ്ത്രീകളെ കൊല്ലാനായി ശ്രമിച്ചിട്ടില്ല, പകരം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ സയനൈഡുമായി ബന്ധപ്പെട്ട് അതുവരെ താൻ ഉപയോഗിച്ചിരുന്ന എല്ലാ തെളിവുകളും ഒരു പൊതിയിലാക്കി അയാൾ കുഴിച്ചു മൂടുകയായിരിക്കാം ഇവിടെ വെച്ച് ചെയ്തത്. സ്റ്റാൻലി ദാസ് ആണ് യഥാർത്ഥ കൊലയാളി എന്ന് മനസ്സിലാക്കിയതിനു ശേഷം സ്റ്റാൻലി ദാസിനെ കൊടുക്കാനുള്ള പദ്ധതിയെല്ലാം തയ്യാറാക്കി അയാളുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭാര്യ വിളിക്കുമ്പോൾ പോലും നത്തി എന്ന ക്യാരക്ടർ യഥാർത്ഥ കൊലയാളിയെക്കുറിച്ച് അറിയില്ല, അവനെ കിട്ടുന്നില്ല, എല്ലാ ദിവസവും പോലെ തന്നെ ഒരു നോർമൽ ദിവസമാണിത് എന്നെല്ലാമാണ് ഭാര്യയോട് പോലും പറയുന്നത്. ഈ സീൻ കാണുന്ന സമയത്ത് ഇതിലൊരു ലോജിക് ഇല്ലല്ലോ, എല്ലാം അറിഞ്ഞുകൊണ്ട് ഇയാൾ എന്തിനാണ് ഇങ്ങനെ ഒരു കള്ളം പറയുന്നത് എന്ന് നമുക്ക് തോന്നാം. എന്നാൽ സിനിമയുടെ ഏറ്റവും ഒടുവിൽ സ്റ്റാൻലി ദാസിനെ പിടിച്ച് ഇടിക്കുന്ന സമയത്ത് നത്ത് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, താൻ എലിയെ പിടിക്കുകയും ചെയ്യും, കൊല്ലുകയും ചെയ്യും, തിന്നുകയും ചെയ്യും, ആരും അറിയില്ല എന്ന്. സോ ഇതുകൊണ്ട് തനിക്ക് ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള 1-2 പോലീസുകാരെ ഒഴിച്ച് ആരെയും തന്നെ, സ്വന്തം ഭാര്യയെ പോലും ഈ കാര്യം അറിയിക്കാതെയാണ് നത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ഭാര്യ വിളിക്കുമ്പോൾ പോലും അത്തരം ഒരു കള്ളം ഭാര്യയോട് പറയുന്നതായി കാണിച്ചത്, അല്ലാതെ അതൊരു ലോജിക്കൽ മിസ്റ്റേക്കേ അല്ല. സ്റ്റാൻലി ദാസിന്റെ അടുത്തേക്ക് അവസാനം വരുന്ന പെൺകുട്ടി പറയുന്നുണ്ട്,
താൻ വീട്ടിൽ നിന്ന് നേരത്തെ തന്നെ ഇറങ്ങിയതാണ്, ബസ്സും കിട്ടിയതാണ്, എന്നാൽ വരുന്ന വഴിക്ക് ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടന്നതുകൊണ്ടാണ് ലേറ്റ് ആയതെന്ന്. പിന്നീട് ഈ പെൺകുട്ടി വിനായകന്റെ ക്യാരക്ടറിനെ സഹായിക്കാൻ വേണ്ടി മനഃപൂർവ്വം അവിടേക്ക് വന്നതാണെന്ന് കാണിക്കുന്നുണ്ട്. ഇതിലൂടെ ഈ പെൺകുട്ടി സ്റ്റാൻലി ദാസിന്റെ അടുത്തേക്ക് വരുന്നതിന്റെ ഇടയിൽ വെച്ചായിരിക്കാം വിനായകന്റെ ക്യാരക്ടർ ഇവരെ കണ്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തത്. സോ ഇതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ പെൺകുട്ടി ലേറ്റ് ആയത്. അതുപോലെ തന്നെ ഈ പെൺകുട്ടി ഒരു പോലീസുകാരിയാകാനുള്ള സാധ്യതയുമുണ്ട്. അതായത് വിനായകന്റെ ക്യാരക്ടർ സ്റ്റാൻലി ദാസിനെ കൊല്ലാൻ പോകുന്നു എന്നുള്ള കാര്യം അധികം ആർക്കും അറിയില്ല, തന്റെ ഭാര്യയോട് പോലും പറയുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പകരം തനിക്ക് ഏറ്റവും അടുപ്പമുള്ള 1-2 പോലീസുകാരോട് മാത്രമാണ് പറയുന്നത്. സോ അത്തരത്തിൽ ഒരു പോലീസുകാരി ആയിരിക്കും ഈ പെൺകുട്ടിയും. കൂടാതെ ഈ പെൺകുട്ടി മകളോട് തനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ളതിനെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. അതേപോലെ ഈ പെൺകുട്ടിയുടെ ഭർത്താവ് മരിച്ചിട്ടുണ്ടെന്നും പറയുന്നു. സോ ഭർത്താവ് മരിച്ചതിന്റെ ജോലിയായിരിക്കാം ഈ പെൺകുട്ടിക്ക് കിട്ടിയിട്ടുള്ളത്. കൂടാതെ ഈ പെൺകുട്ടി ഒരു മലയാളി ആയതുകൊണ്ട് കേരളത്തിലായിരിക്കാം പോലീസുകാരിയായി വർക്ക് ചെയ്യുന്നത്. ഇതിനിടയിലായിരിക്കാം സ്റ്റാൻലി ദാസുമായി പ്രണയത്തിലാകുന്നത്. എന്നാൽ സ്റ്റാൻലി ദാസിനെ കുറിച്ചുള്ള ഫാക്ട്സ് വന്നതിന് ശേഷം ആ ദിവസമായിരിക്കാം സ്റ്റാൻലി ദാസ് യഥാർത്ഥത്തിൽ ആരാണ് എന്നുള്ള കാര്യം ഈ പെൺകുട്ടി മനസ്സിലാക്കിയത്. സോ ഇതിനുശേഷമായിരിക്കാം ഈ പെൺകുട്ടി ഇത്തരം കാര്യങ്ങൾ നത്തിനോട് പങ്കുവെക്കുന്നതും അതിലൂടെ നത്തും ഈ പെൺകുട്ടിയും മറ്റ് പോലീസുകാരനും ചേർന്നുകൊണ്ട് ഇത്തരമൊരു പ്ലാൻ തയ്യാറാക്കുന്നതും അതിലൂടെ സ്റ്റാൻലി ദാസിനെ കൊടുക്കാനായി ശ്രമിച്ചതും. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി ഒരു പോലീസുകാരിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ആകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് പോലീസുകാരനായിരുന്ന സ്റ്റാൻലി ദാസ് ഈ പെൺകുട്ടി ഒരു പോലീസുകാരി ആയിരുന്നുവെങ്കിൽ അത് അറിഞ്ഞില്ല എന്നൊരു ചോദ്യമുണ്ട്. ഒരുപക്ഷെ സ്റ്റാൻലി ദാസ് അത് അറിഞ്ഞിരിക്കാം. പോലീസുകാർക്ക് ഇടയിൽ നിന്നുകൊണ്ട് തന്നെ സ്റ്റാൻലി ദാസ് പല കുറ്റകൃത്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പോലീസുകാരി ആയിരുന്ന ഈ പെൺകുട്ടിയുമായി അവൾ പോലീസുകാരി ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കാം സ്റ്റാൻലി ദാസ് പ്രണയത്തിലായത്. എന്നാൽ തനിക്കെതിരെ ഇങ്ങനെ ഒരു പദ്ധതി നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ താനാണ് യഥാർത്ഥ കുറ്റവാളിയെന്ന് നത്ത് അറിഞ്ഞിട്ടുണ്ട് എന്നൊരു കാര്യം സ്റ്റാൻലി ദാസിന് അറിയില്ല. അതുകൊണ്ട് തന്നെയായിരിക്കാം അയാൾ ഇത്രയും കോൺഫിഡൻസോട് കൂടി തന്നെ ഈ ഒരു പോലീസുകാരിയുമായിട്ട് പ്രണയത്തിലായതും അവളെ കൊല്ലാൻ വരെയുള്ള ധൈര്യം കാണിച്ചതും. കൂടാതെ ഇത്തരമൊരു ഫാക്ട്സ് വന്നിരുന്നത് കേരളത്തിൽ മാത്രമായിരിക്കാം, തമിഴ്നാട്ടിലേക്ക് പോയി കാണില്ല. അതുകൊണ്ടായിരിക്കാം സ്റ്റാൻലി ദാസ് ഇത്തരമൊരു കാര്യം അറിയാതെ പോയതും മലയാളിയായിട്ടുള്ള ഈ പെൺകുട്ടി ആ ഒരു ഫാക്ട്സിനെ കുറിച്ച് അറിഞ്ഞതും അതിലൂടെ നത്തിനെ കോണ്ടാക്ട് ചെയ്തതും. അതേപോലെ ആ ലോഡ്ജിലേക്ക് മമ്മൂട്ടിയും ആ ഒരു പെൺകുട്ടിയും വരുന്ന സമയത്ത് വേഷം മാറി നിൽക്കുന്ന പോലീസുകാരൻ പറയുന്നുണ്ട് അവിടേക്ക് ID പ്രൂഫ് കൊടുക്കണമെന്ന്. എന്നാൽ തലേന്ന് അവിടെ വരുമ്പോൾ ID പ്രൂഫിന്റെ കാര്യമൊന്നും ആവശ്യമില്ലായിരുന്നെന്ന് പറയുന്നുമുണ്ട്. സോ എന്തുകൊണ്ടാണ് ഇവിടെ ID പ്രൂഫിന്റെ കാര്യം എടുത്തു തന്നെ ആ പോലീസുകാരൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ക്യാരക്ടറിന് എതിരെയുള്ള തെളിവുകൾ കൂടുതലായി ശേഖരിക്കുന്നതിന് വേണ്ടിയാണ്. ഓൾറെഡി തന്നെ സ്റ്റാൻലി ദാസിന്റെ വീട്ടിൽ നിന്ന് ആ പെൺകുട്ടികളുടെ എല്ലാം മരിച്ച പെൺകുട്ടികളുടെ എല്ലാം ചിത്രങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും അത് സ്റ്റാൻലി ദാസും ആ കേസ് അന്വേഷിക്കുന്ന ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അത്തരത്തിൽ ആ കേസുമായി ബന്ധപ്പെട്ട സ്ത്രീകളുടെ ചിത്രങ്ങൾ വരച്ചു എന്ന് വേണമെങ്കിൽ സ്റ്റാൻലി ദാസിന് വാദിക്കാം. അതുകൊണ്ട് അതിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ഒരു പെൺകുട്ടിയെയും കൊണ്ട് അങ്ങോട്ടേക്ക് കള്ളപ്പേരിൽ ലോഡ്ജ് എടുക്കാൻ വരുന്ന സ്റ്റാൻലി ദാസിന്റെ ID പ്രൂഫ്, ആ കള്ളപ്പേരിലുള്ള ID പ്രൂഫ് തെളിവിന് വേണ്ടി, കൂടുതൽ തെളിവിന് വേണ്ടി ആ പോലീസുകാരൻ ചോദിക്കുന്നത്. സോ ആ തെളിവുകളെല്ലാം ശേഖരിച്ചതിന് ശേഷം സ്റ്റാൻലി ദാസിനെ നത്ത് കൊന്നു കളയുകയാണെങ്കിൽ പോലും സ്റ്റാൻലി ദാസ് മണിയുടെ കാര്യത്തിൽ ചെയ്തതുപോലെ തെളിവുകളെല്ലാം അവന്റെ തലയിലാക്കി അവനെ കൊന്ന് അവൻ എങ്ങോട്ടോ പോയി എന്ന് വരുത്തി തീർത്തതുപോലെ നത്തിനും സ്റ്റാൻലി ദാസ് എങ്ങോട്ടേക്കോ രക്ഷപ്പെട്ടു പോയി എന്ന് വരുത്തി തീർക്കാൻ സാധിച്ചേനെ. അതായിരുന്നു നത്തിന്റെ ഉദ്ദേശം. രജീഷ വിജയന്റെ ക്യാരക്ടറിന്റെ വീട്ടിലേക്ക് ആദ്യം നത്തും അസിസ്റ്റന്റും എത്തുന്ന സമയത്ത് അവിടെ വെച്ച് അങ്ങനെ ഒരു പെൺകുട്ടി മിസ്സായിട്ടില്ല എന്ന് പറയുകയും പിന്നീട് ഒരിക്കൽ ഇവർ രണ്ടുപേരും കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അസിസ്റ്റന്റ് ഒരു ഡയലോഗ് പറയുകയും പെട്ടെന്ന് നത്തിന് എന്തോ സ്ട്രൈക്ക് ആയതുപോലെ തോന്നുകയും വീണ്ടും രജീഷ വിജയന്റെ വീട്ടിലേക്ക് ചെന്ന് അന്വേഷിക്കുകയുമാണ് ചെയ്യുന്നത്. ആ സമയം കാറിൽ പോകുമ്പോൾ അസിസ്റ്റന്റ് പറഞ്ഞുകൊണ്ടിരുന്ന ഡയലോഗ് ഇങ്ങനെയായിരുന്നു: അല്ല, പെണ്ണുങ്ങളെ കുറ്റം പറയേണ്ട കാര്യമില്ല സാർ, അവരവരുടെ ലൈഫല്ലേ നോക്കുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനത്തെ കേസിലൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ ഇടപെടൂല്ലോ സാറേ. വണ്ടി ഒന്ന് നിർത്തിയാ എന്താ സാറേ? നമുക്കൊന്ന് ഓഫീസിലോട്ട് പോകണം. ഓക്കെ സാർ. അതായത് പെൺകുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരവരുടെ ലൈഫല്ലേ നോക്കുന്നത് എന്നാണ് പറയുന്നത്. സോ ഇതിലൂടെ രജീഷ വിജയന്റെ വീട്ടിൽ മാത്രം അങ്ങനെ ഒരു പെൺകുട്ടി മിസ്സായിട്ടില്ല എന്ന് പറഞ്ഞത് ആ പെൺകുട്ടിയുടെ ലൈഫിനെ കുറിച്ച് ഓർത്തിട്ടാണോ എന്നൊരു ചിന്തയിലേക്കായിരിക്കാം പെട്ടെന്ന് നത്തുപോയത്. അതിലൂടെ ആയിരിക്കാം ആ പെൺകുട്ടി ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ചിന്തയിലേക്കും നത്ത് എത്തിച്ചേർന്നതും പെട്ടെന്ന് തന്നെ തിരിച്ച് ആ വഴിക്ക് അന്വേഷണം എത്തിക്കുന്നതും. ഈ സിനിമ തിയേറ്ററിൽ റിലീസായ സമയത്ത് തന്നെ യഥാർത്ഥ സയനൈഡ് മോഹന്റെ ജീവിതത്തിൽ നിന്നും ഈ സിനിമയിലേക്ക് വന്ന സമയത്ത് ഒഴിവാക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്.
അതിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. എന്നിരുന്നാലും ഈ വീഡിയോയിൽ ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് അതിലെ 1-2 കാര്യങ്ങൾ കൂടി വീണ്ടും ആവർത്തിക്കുകയാണ്. അതായത് ഈ ചിത്രത്തിലെ സ്റ്റാൻലി ദാസ് എന്ന ക്യാരക്ടർ പെൺകുട്ടികളെ കൊല്ലുന്നത് സ്വർണത്തിന് വേണ്ടിയാണ് എന്ന രീതിയിൽ കാണിച്ചിട്ടില്ല. പകരം അവരുമായി അടുപ്പത്തിലാവുകയും അവരോട് സെക്സിൽ ഏർപ്പെടുകയും ചെയ്തതിന് ശേഷം സൈക്കോ ആയതുകൊണ്ട് ഒരു ഹരത്തിന് വേണ്ടി അവരെ അങ്ങ് കൊന്നുകളയുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇതുകൊണ്ടാണ് മരണപ്പെട്ട ചില സ്ത്രീകളുടെ സാധനങ്ങൾ നോക്കുന്ന സമയത്ത് അവരുടെ ആഭരണങ്ങളും മറ്റും അതിലുള്ളതായി കാണിച്ചിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ സയനൈഡ് മോഹൻ അങ്ങനെയല്ലായിരുന്നു. സ്വർണത്തിന് വേണ്ടി കൂടിയായിരുന്നു പെൺകുട്ടികളെ കൊന്നിരുന്നത്. ഓരോ പെൺകുട്ടികളെയും കൊന്നതിന് ശേഷം അവരുടെ സ്വർണവും മറ്റും അടിച്ചു മാറ്റുകയും ആ സ്വർണം കൊണ്ട് ദൂർത്തടിച്ച് ജീവിക്കുകയും സ്വർണമെല്ലാം തീർന്നതിന് ശേഷം അടുത്ത പെൺകുട്ടികളെ തേടി ഇറങ്ങുകയായിരുന്നു ചെയ്തിരുന്നത്. സോ ആ ഒരു കാര്യം ഈ സിനിമയിൽ വളരെ മാറ്റം വരുത്തിയാണ് കാണിച്ചത്. അതുപോലെ തന്നെ ഈ ചിത്രത്തിന്റെ ഇടയ്ക്ക് ടെക്സ്റ്റൈൽസിൽ വെച്ച് മിസ്സാകുന്ന ഒരു പെൺകുട്ടിയെ പറ്റി കാണിക്കുന്നുണ്ട്. അതായത് സൈനൈഡ് മോഹൻ വശീകരിക്കാൻ ശ്രമിച്ചിട്ടും അവൾ അതിൽ വീഴാതെ അവൾ മിസ്സായി പോകുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഒരു സംഭവം യഥാർത്ഥ ജീവിതത്തിലും നടന്നിട്ടുണ്ട്. പക്ഷേ അത് ടെക്സ്റ്റൈൽസിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയല്ലായിരുന്നു. പകരം ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ടൈലർ ഷോപ്പ് നടത്തുന്ന ഒരു സ്ത്രീയായിരുന്നു. സോ ആ പെൺകുട്ടിയുടെ ഒരു റെഫറൻസ് ആയിട്ടാണ് ഇവിടേക്ക് ടെക്സ്റ്റൈൽസിലുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നത്. ഇനി അവസാനമായി സിനിമയുടെ ഏറ്റവും ഒടുവിൽ സ്റ്റാൻലി ദാസ് എന്ന ക്യാരക്ടറിനെ കൊന്നു എന്നുള്ള രീതിയിൽ നത്ത് വണ്ടിയിലിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് പെട്ടെന്ന് ഡിക്കി തുറക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. വണ്ടി ഗട്ടറിലൂടെയോ ഹമ്പിലൂടെയോ മറ്റോ പോയപ്പോഴാകാം ഡിക്കി തുറന്നത് എന്നതിനൊരു സാധ്യതയുണ്ട്. എന്നിരുന്നാലും അങ്ങനെ ഡിക്കി തുറക്കുന്നതായി കാണിച്ചതിന് ശേഷം തൊട്ടടുത്ത നിമിഷം തന്നെ മമ്മൂട്ടിയുടെ പേര് എഴുതി കാണിക്കുകയും മമ്മൂട്ടി സ്ത്രീകളെ കൊല്ലുന്ന സമയത്ത് വെച്ചിരിക്കുന്ന ആ പാട്ട് പെട്ടെന്ന് പ്ലേ ചെയ്യുകയും കൂടെ തന്നെ മമ്മൂട്ടിയുടെ ആ ഒരു ക്യാരക്ടറിന്റെ ഐഡന്റിറ്റി ആയിട്ടുള്ള ആ ഒരു പുകച്ചുരുൾ കാണിക്കുകയുമാണ് ചെയ്യുന്നത്. സോ ഇതിലൂടെയെല്ലാം ആ ഒരു ക്യാരക്ടർ മരണപ്പെട്ടിട്ടില്ല എന്നും തീർച്ചയായിട്ടും അയാൾ തിരിച്ചു വരുമെന്നും വീണ്ടും ആ പാട്ടെല്ലാം വെച്ചുകൊണ്ട് സ്ത്രീകളെ കൊല്ലുന്നത് കാര്യം തുടർന്നുകൊണ്ടേയിരിക്കുമെന്നും എന്നുള്ള രീതിയിലാണ് കാണിച്ച് അവസാനിപ്പിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. ഇതുപോലെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നമുക്ക് അടുത്തൊരു എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.